ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനു വേണ്ടി ഞാൻ ചക്കക്കുരു നന്നായി അതിൻ്റെ തോലൊക്കെ പോക്കി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇതോടൊപ്പം ഞാൻ മുരിങ്ങാക്കായ കൂടി ഇത് ചേർക്കുന്നുണ്ട്. അതിന് മുരിങ്ങാക്കായ ചെറുതായി മുറിച്ച് നമുക്ക് ഈ ചക്കക്കുരുവിനോടൊപ്പം വേവിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു വിസിലടിച്ച് എടുക്കാം. ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഇതിലുള്ള മുരിങ്ങാക്കായ മാറ്റി വെക്കണം. അതിന് മുമ്പ് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി തേങ്ങ, ചെറിയുള്ളി, ജീരകം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ട്. മുരിങ്ങാക്കായ കോരി മാറ്റി വെക്കാം. ഇനി നമ്മളെ കുരു വെന്തിട്ടുണ്ട്. അത് നന്നായി ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി ഒടിഞ്ഞു വരും. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച മുരിങ്ങാക്കായ കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുടുക്ക ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുക് ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുള്ള കുരുവിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് കുടുക്കയിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ചക്കക്കുരു കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.